ദക്ഷിണേന്ത്യയിലെ മനോഹരമായ പ്രദേശമായ കേരളം ഇന്ത്യക്ക് പകരം പാകിസ്ഥാന്റെ ഭാഗമാകുന്ന ഒരു ലോകത്തെ സങ്കല്പിക്കുക. ഇത് കേരളത്തിന്റെ സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയും സമൂഹത്തെയും പൂർണ്ണമായും മാറ്റിമറിക്കും. സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു, സമ്പദ്വ്യവസ്ഥ, വിദ്യാഭ്യാസം, സാംസ്കാരിക മിശ്രിതം, മതപരമായ സ്വത്വം, ആഗോള ബന്ധങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാത്തിനെയും ഇത് ബാധിക്കും. രാഷ്ട്രീയ ഭൂപ്രകൃതി, മതവൈവിധ്യം, സാമ്പത്തിക സാഹചര്യം, സാമൂഹിക മാനദണ്ഡങ്ങൾ തുടങ്ങിയ വശങ്ങൾ കണക്കിലെടുത്ത് പാകിസ്ഥാൻ ഭരണത്തിന് കീഴിൽ കേരളത്തിൻ്റെ അതുല്യമായ സ്വത്വവും ചരിത്രവും എങ്ങനെ വികസിക്കുമെന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു. 1947 ഇന്ത്യ വിഭജനത്തിനു ശേഷമുള്ള കേരളത്തിൻ്റെയും പാകിസ്ഥാൻ്റെയും പങ്കിട്ട ചരിത്രത്തെയും വ്യത്യസ്ത പാതകളെയും ആശ്രയിച്ച് കേരളത്തിലും പാകിസ്ഥാനിലും ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നാം പരിശോധിക്കും. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തമായ പാരമ്പര്യവും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആധിപത്യവും പുരോഗമന ശക്തികളുടെ ശക്തമായ സാന്നിധ്യവുമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ നിർവചിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടും പതിറ്റാണ്ടുകളായി മാറി മാറി അധികാരത്തിലുണ്ട്. ആദ്യത്തേത് ഇടതുപക്ഷ ചായ്വുള്ളതും കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ളതുമായ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നു. രണ്ടാമത്തേത് വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളുള്ള വിവിധ പാർട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഈ അതുല്യമായ രാഷ്ട്രീയ ഘടന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുകളിലൊന്നായ കേരളത്തെ ഗണ്യമായ ആരോഗ്യ സംരക്ഷണ വികസനത്തിനും പുരോഗമന സാമൂഹിക നയങ്ങൾക്കും പ്രാപ്തമാക്കി. എന്നാൽ കേരളം പാകിസ്ഥാന്റെ ഭാഗമായ മറ്റൊരു യാഥാർത്ഥ്യത്തിൽ ഈ രാഷ്ട്രീയ ഭൂപ്രകൃതി നാടകീയമായി മാറും. പാകിസ്ഥാന്റെ രാഷ്ട്രീയ സംവിധാനം വൈവിധ്യപൂർണമാണെങ്കിലും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ്, സൈന്യം തുടങ്ങിയ പാർട്ടികളുടെ ആധിപത്യം ആണ് പ്രധാനം. ഈ സാങ്കല്പിക സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ശക്തികൾക്ക് പാകിസ്ഥാന്റെ നിലവിലുള്ള രാഷ്ട്രീയ ചട്ടക്കൂടുമായി യോജിക്കേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് ഇടതു ചായ്വുള്ള പ്രത്യയശാസ്ത്രങ്ങൾ മുഖ്യധാരാ പാകിസ്ഥാൻ പാർട്ടികളുടെ ഇസ്ലാമിക മധ്യ വലതു രാഷ്ട്രീയവുമായി ഏറ്റുമുട്ടിയേക്കാം. ശക്തമായ മതേതരവും പുരോഗമനപരവുമായ തത്വങ്ങളുമുള്ള കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയിലും യാഥാസ്ഥിതിക ഭരണത്തിലും കൂടുതൽ വേരൂന്നിയ ഒരു സംവിധാനത്തിനുള്ളിൽ സംയോജിപ്പിക്കുന്നതിൽ പിരിമുറുക്കം അനുഭവിച്ചേക്കാം. ജനാധിപത്യവും മതേതരത്വവും കൈകാര്യം ചെയ്യുന്ന രീതിയിലും ഭരണത്തിൻ്റെ സ്വാധീനം വ്യക്തമാകും. ഇന്ത്യയിൽ കേരളത്തിൻ്റെ ജനാധിപത്യപരവും മതേതരവുമായ ആദർശങ്ങൾ മതം, ജാതി, പ്രത്യയശാസ്ത്രം എന്നിവയുടെ സന്തുലിതാവസ്ഥയിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ ഇസ്ലാമിക തത്വങ്ങൾ നിയമപരവും രാഷ്ട്രീയവുമായ ചട്ടക്കൂടിൽ കൂടുതൽ കേന്ദ്ര പങ്ക് വഹിക്കുന്നു. പാകിസ്ഥാനിൽ ശരീഅത്ത് നിയമമുള്ളത് കേരളത്തിലെ വൈവിധ്യമാർന്ന സമുദായങ്ങളെ, പ്രത്യേകിച്ച് നൂറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന ഗണ്യമായ ഹിന്ദു ജനസംഖ്യയെ ബാധിച്ചേക്കാം. മതപരമായ ബഹുസ്വരതയ്ക്ക് പേരുകേട്ട കേരളം അത്തരമൊരു പരിവർത്തന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അതിൻ്റെ മതേതര സ്വത്വം നിലനിർത്താൻ പാടുപെട്ടേക്കാം. കേരളത്തിൻ്റെയും പാകിസ്ഥാൻ്റെയും സ്വത്വം രൂപപ്പെടുത്തുന്നതിൽ മതം ഒരു സങ്കീർണമായ പങ്ക് വഹിക്കുന്നു. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 50% വരുന്ന ഗണ്യമായ ഹിന്ദു ജനസംഖ്യയാണ് കേരളത്തിലുള്ളത്. അതേസമയം മുസ്ലിം സമൂഹം ഏകദേശം 27%, ക്രിസ്ത്യൻ സമൂഹം ഏകദേശം 18%. സഹിഷ്ണുതയുടെയും മതാന്തര ബന്ധങ്ങളുടെയും സമ്പന്നമായ ചരിത്രമുള്ള ഈ മതവിഭാഗങ്ങൾ താരതമ്യേന സമാധാനപരമായി സഹവസിക്കുന്നു. എന്നാൽ കേരളം പാകിസ്ഥാന്റെ ഭാഗമായാൽ മതപരമായ ചലനാത്മകതയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. വർഗീയ കലാപങ്ങളും മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും കാരണം ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ചരിത്രപരമായി വഷളായ ഹിന്ദു മുസ്ലിം ബന്ധം ഈ പുതിയ രാഷ്ട്രീയ സംവിധാനത്തിൽ വ്യത്യസ്തമായ രൂപം എടുത്തേക്കാം. ഇസ്ലാമിക തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സ്വന്തം നിയമങ്ങളുള്ള മുസ്ലിങ്ങൾക്കായുള്ള ഒരു രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാന്റെ അടിത്തറ സാമൂഹികവും സാംസ്കാരികവുമായ ഭൂപ്രകൃതിയിൽ ഹിന്ദു പാരമ്പര്യങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇടം ഇല്ലാതാകുന്നതിലേക്ക് നയിച്ചേക്കാം. പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, വിവേചനം മുതൽ നേരിട്ടുള്ള അക്രമം വരെയുള്ള വെല്ലുവിളികൾ പലപ്പോഴും നേരിട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ഹിന്ദു ഭൂരിപക്ഷ പദവി ഒരു പരിധിവരെ സ്വയംഭരണാധികാരം അനുവദിക്കുമെങ്കിലും പാകിസ്ഥാന്റെ മതവ്യവസ്ഥയുമായുള്ള സംയോജനം ഹിന്ദു ജനതയുടെ മതസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന രീതിയെ മാറ്റിയേക്കാം. മറുവശത്ത് മറ്റു മതവിഭാഗങ്ങളുമായി താരതമ്യേന സമാധാനപരമായ സഹവർത്തിത്വം പുലർത്തിയിരുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹം പാകിസ്ഥാന്റെ ഇസ്ലാമിക തത്വങ്ങളുമായി പൊരുത്തപ്പെട്ടിരിക്കാം. കേരളത്തിലെ മുസ്ലിം സമൂഹം പാകിസ്ഥാനി സ്വത്വം പൂർണ്ണമായും സ്വീകരിക്കുമോ അതോ ഒരു പ്രത്യേക പ്രാദേശിക സ്വത്വം നിലനിർത്തുമോ എന്ന ചോദ്യം കേരളത്തിലെ സമൂഹത്തിൽ സാംസ്കാരിക സംവാദങ്ങൾ സൃഷ്ടിക്കും. വിശാലമായ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തോടുള്ള പ്രതികരണമായി ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ യാഥാസ്ഥിതികവും സമൂലവുമായ വ്യാഖ്യാനങ്ങൾ ഉയർന്നു വന്നേക്കാമെന്നതിനാൽ
പാകിസ്ഥാനിലെ ഇസ്ലാമിക മൗലികവാദത്തിന്റെ ഉയർച്ച കേരളത്തിലെ മുസ്ലിങ്ങളുടെ പങ്കിലും ഒരു മാറ്റത്തിന് കാരണമായേക്കാം. ഭൂമിശാസ്ത്രം, ചരിത്രം, കൊളോണിയൽ ഭൂതകാലം എന്നിവയാൽ രൂപപ്പെട്ട സവിശേഷവും വൈവിധ്യപൂർണവുമായ സാംസ്കാരിക സ്വത്വമാണ് കേരളത്തിനുള്ളത്. ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം, വൈവിധ്യമാർന്ന തദ്ദേശീയ പാരമ്പര്യങ്ങൾ തുടങ്ങി വിവിധ സാംസ്കാരിക സ്വാധീനങ്ങളുടെ സമ്മിശ്ര പാത്രമാണ് ഈ സംസ്ഥാനം. ഈ സാംസ്കാരിക വൈവിധ്യം കേരളത്തിൻ്റെ സ്വത്വത്തിൻ്റെ മുഖമുദ്രകളിൽ ഒന്നാണ്. വിവിധ മതങ്ങളും സംസ്കാരങ്ങളും സമാധാനപരമായി സഹവസിക്കുകയും സമ്പന്നമായ സാമൂഹിക ഘടനയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുന്ന ഒരു സന്തുലിതാവസ്ഥ സംസ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ഭരണത്തിന് കീഴിൽ കേരളത്തിൻ്റെ സാംസ്കാരിക സ്വത്വം വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വരും. കൂടുതൽ യാഥാസ്ഥിതിക ഇസ്ലാമിക രാജ്യമായി കേരളത്തെ സംയോജിപ്പിക്കുന്നത് ഒരു സാംസ്കാരിക സംഘട്ടനത്തിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ പുരോഗമന ചിന്തകരുടെ നേതൃത്വത്തിലുള്ള സാമൂഹിക പരിഷ്കരണ കാലഘട്ടമായ കേരള നവോത്ഥാനം കേരളത്തിൻ്റെ സമൂഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചതിനാൽ ഈ പരിഷ്കർത്താക്കൾ സാമൂഹിക നീതി, തൊട്ടുകൂടായ്മ ഉന്മൂലനം, മതപരമായ സഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കൽ എന്നിവയ്ക്കായി വാദിച്ചു. പാകിസ്ഥാന് പരിഷ്കരണവാദികളായ ചിന്തകരുടെ സ്വന്തം പാരമ്പര്യമുണ്ടെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തെ പോലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് മൊത്തത്തിലുള്ള സാമൂഹിക അന്തരീക്ഷം എളുപ്പത്തിൽ വഴങ്ങില്ല. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നായ വിദ്യാഭ്യാസ സമ്പ്രദായവും പരിവർത്തനത്തിന് വിധേയമായേക്കാം. മതേതര വിദ്യാഭ്യാസത്തിൽ കേരളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും സാർവത്രിക സാക്ഷരതയോടുള്ള പ്രതിബദ്ധതയും ഇസ്ലാമിക പഠിപ്പിക്കലുകളിൽ വേരൂന്നിയ പാകിസ്ഥാന്റെ സ്വന്തം വിദ്യാഭ്യാസ ചട്ടക്കൂടുകളാൽ ദുർബലമായേക്കാം. സങ്കുചിതമായ മതവിദ്യാഭ്യാസം നൽകുന്നതിന് പലപ്പോഴും വിമർശിക്കപ്പെടുന്ന മദ്രസകളുടെയും മതവിദ്യാലയങ്ങളുടെയും വ്യാപനം വർഷങ്ങളായി കേരളത്തിൽ തഴച്ചു വളരുന്ന പുരോഗമന സ്കൂളുകളെ സ്ഥാനഭ്രഷ്ടരാക്കിയേക്കാം. മറ്റൊരു സാംസ്കാരിക വെല്ലുവിളി ഭാഷയിൽ നിന്ന് ഉടലെടുക്കാം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായ മലയാളം സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക സ്വത്വത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പഞ്ചാബി, പാഷ്തോ, മറ്റ് പ്രാദേശിക ഭാഷകൾ എന്നിവയും സംസാരിക്കുന്ന പാകിസ്ഥാനിൽ ഉറുദു ദേശീയ ഭാഷയാണ്. ഉറുദു അടിച്ചേൽപ്പിക്കുകയോ മലയാളത്തെ പാർശ്വവൽക്കരിക്കുകയോ ചെയ്യുന്നത് പോലും തങ്ങളുടെ ഭാഷയിലും സാഹിത്യത്തിലും വലിയ അഭിമാനം കൊള്ളുന്ന കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് നയിച്ചേക്കാം. മലയാള സിനിമ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര വ്യവസായം അതിൻ്റെ കലാപരമായ ആവിഷ്കാരത്തിൽ ഒരു മാറ്റം അനുഭവിച്ചേക്കാം. പുരോഗമനപരവും സാമൂഹികവുമായ പ്രസക്തിയുള്ള സിനിമകൾ നിർമ്മിക്കുന്നതിൽ പ്രശസ്തമായ മലയാള സിനിമ സംസ്ഥാനത്തിൻ്റെ ധാർമ്മികതയുടെ പ്രതിഫലനമാണ്. പാകിസ്ഥാൻ ഭരണത്തിന് കീഴിൽ സിനിമയുടെ സ്വഭാവം ഇസ്ലാമിക മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ആഖ്യാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് മാറിയേക്കാം. ഇത് വർഷങ്ങളായി മലയാള സിനിമയെ നിർവചിച്ച സർഗാത്മകതയെയും സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്താൻ സാധ്യതയുണ്ട്. ഉയർന്ന സാക്ഷരതാ നിരക്ക്, ശക്തമായ ആരോഗ്യ പരിരക്ഷാ ഫലങ്ങൾ, പ്രത്യേകിച്ച് വിനോദസഞ്ചാരത്തിലും പണം അയക്കലിലും അഭിവൃദ്ധി പ്രാപിക്കുന്ന സേവന മേഖല എന്നിവയുൾപ്പെടെ ശ്രദ്ധേയമായ സാമൂഹിക സൂചകങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും സാമ്പത്തികമായി പുരോഗമിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ പരമ്പരാഗതമായി കൃഷി, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണം, വിനോദസഞ്ചാരം, നന്നായി വികസിച്ച സേവന മേഖല എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. കേരളം പാകിസ്ഥാന്റെ ഭാഗമായിരുന്നെങ്കിൽ അതിൻ്റെ സാമ്പത്തിക സ്ഥിതി പല വിധത്തിൽ മാറുമായിരുന്നു. കേരളത്തിലെ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയെ പാകിസ്ഥാന്റെ സാമ്പത്തിക ആവശ്യങ്ങളുമായി എങ്ങനെ സമന്വയിപ്പിക്കാം എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന്. പതിറ്റാണ്ടുകളായി കേരളം ആയിരക്കണക്കിന് തൊഴിലാളികളെ ഗൾഫ് മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ തൊഴിൽ ശക്തി ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം ഏർപ്പെട്ടിരിക്കുന്നു. കേരളം പാകിസ്ഥാന്റെ ഭാഗമാകുകയാണെങ്കിൽ അതേ അന്താരാഷ്ട്ര തൊഴിൽ വിപണികളിലേക്ക് പ്രവേശിക്കുന്നതിനോ അനുകൂലമായ സാമ്പത്തിക കരാറുകൾക്കായി ചർച്ചകൾ നടത്തുന്നതിനോ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. മാത്രമല്ല, സമീപ വർഷങ്ങളിൽ പാകിസ്ഥാനെ ബാധിച്ച രാഷ്ട്രീയ അസ്ഥിരതയും സുരക്ഷാ ആശങ്കകളും കേരളത്തിൻ്റെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ടൂറിസം മേഖലയെ ബാധിച്ചേക്കാം. ആഭ്യന്തരമായും അന്തർദേശീയമായും അരക്ഷിതാവസ്ഥയെക്കുറിച്ചോ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളെക്കുറിച്ചോ ഉള്ള ധാരണകൾ കാരണം ടൂറിസം വ്യവസായത്തിൽ ഇടിവ് അനുഭവപ്പെട്ടേക്കാം. കൂടാതെ പാകിസ്ഥാനുമായുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഉഭയകക്ഷി വ്യാപാര നയങ്ങൾ അന്താരാഷ്ട്ര വിപണികളിലേക്കുള്ള കേരളത്തിൻ്റെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തുകയും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. മറുവശത്ത് കേരളത്തിൻ്റെ സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങൾ, അതിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി എന്നിവ പാകിസ്ഥാന്റെ ഭാവിയിലെ ഒരു പ്രധാന സാമ്പത്തിക ഭാഗം ആകാൻ കഴിയും. പുരോഗമന സാമ്പത്തിക നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ശരിയായ രാഷ്ട്രീയ നേതൃത്വം ഉയർന്നു വന്നാൽ പാകിസ്ഥാനിൽ സാമ്പത്തിക വളർച്ചയുടെയും സ്ഥിരതയുടെയും ഒരു ദീപസ്തംഭമായി പ്രവർത്തിക്കാൻ കേരളത്തിന് കഴിയും.
പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും നൂതനമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ. പാകിസ്ഥാനുമായുള്ള കേരളത്തിൻ്റെ സാങ്കല്പിക ഏകീകരണം കേരളത്തിനും മേഖലയ്ക്കും വിശാലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയവും നയതന്ത്രപരവുമായ ബന്ധം കൂടുതൽ സങ്കീർണമാവുകയും കേരളത്തിൻ്റെ സാംസ്കാരികവും തന്ത്രപരവുമായ മൂല്യം ഒരു പ്രധാന തർക്ക വിഷയമായി മാറുകയും ചെയ്യും. അന്താരാഷ്ട്ര താൽപ്പര്യങ്ങളുമായി യോജിക്കാൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സമ്മർദ്ദങ്ങൾ സംസ്ഥാനം നേരിടേണ്ടി വന്നേക്കാം. പാകിസ്ഥാന്റെ ഭാഗമെന്ന നിലയിൽ കേരളം അന്താരാഷ്ട്ര നയതന്ത്രത്തിലും പുതിയ വെല്ലുവിളികൾ നേരിട്ടേക്കാം. പ്രത്യേകിച്ച് അറബ് ലോകം, അമേരിക്ക, മറ്റ് ആഗോള ശക്തികൾ എന്നിവയുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ. വിശാലമായ ദേശീയ താൽപ്പര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ എന്നിവ കേരളത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ മേഖലയിലെ ഭൗമരാഷ്ട്രീയത്തിന് കേരളത്തെ വ്യത്യസ്ത സഖ്യങ്ങളിലേക്ക് തള്ളിവിടാൻ കഴിയും. മാത്രമല്ല, ആഗോള വ്യവഹാരങ്ങളിൽ, പ്രത്യേകിച്ച് സാമൂഹിക നീതി, മാനവ വികസനം, മതേതര ഭരണം എന്നിവയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്വാധീനം പാകിസ്ഥാന്റെ കൂടുതൽ യാഥാസ്ഥിതിക രാഷ്ട്രീയ സാമൂഹിക ചട്ടക്കൂടിന് കീഴിൽ ദുർബലപ്പെടുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തേക്കാം. കേരളം പാകിസ്ഥാന്റെ ഭാഗമാവുന്ന ഈ സാങ്കല്പിക യാഥാർത്ഥ്യത്തിൽ സംസ്ഥാനം അതിൻ്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക മേഖലകളിൽ ഗണ്യമായ പരിവർത്തനങ്ങൾക്ക് വിധേയമാകും. ഉയർന്ന സാക്ഷരതാ നിരക്ക്, അഭിവൃദ്ധി പ്രാപിക്കുന്ന ആരോഗ്യ സംരക്ഷണ സംവിധാനം, പുരോഗമന, ധാർമ്മികത തുടങ്ങിയ കേരളത്തിൻ്റെ സ്വത്വത്തിൻ്റെ ചില വശങ്ങൾ നിലനിൽക്കുമെങ്കിലും കൂടുതൽ യാഥാസ്ഥിതികമായ ഇസ്ലാമിക ഭരണ മാതൃകയിലേക്കുള്ള മാറ്റം ഗണ്യമായി വെല്ലുവിളികൾ ഉയർത്തും. കേരളത്തെ പാകിസ്ഥാനുമായി സംയോജിപ്പിക്കുന്നത് കേരളത്തിൻ്റെ അതുല്യമായ സംസ്കാരവും ദേശീയവും മതപരവുമായ സ്വത്വത്തിൻ്റെ വിശാലമായ ശക്തികളും തമ്മിലുള്ള ഒരു സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കും. പുതിയതും സങ്കീർണവുമായ രാഷ്ട്രീയവും സാംസ്കാരികവുമായ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുന്നതിനാൽ പാകിസ്ഥാനിലെ കേരളത്തിൻ്റെ കഥ പ്രതിരോധത്തിൻ്റെയും പൊരുത്തപ്പെടലിൻ്റെയും ഒരുപക്ഷെ പുനർനിർമ്മാണത്തിൻ്റെയും കഥയായിരിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.